ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രാവൽ പബ്സ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോണ്ട സിറ്റിയുടെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടിക്കായിട്ട് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ബോണറ്റ് മലക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പഴയ ഹെഡ്ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. LED ലൈറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്ലിപ്പുകൾ നമുക്ക് ഇളക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഓരോ ക്ലിപ്പുകളും നമ്മൾ പുഷ് ചെയ്ത് ഇളക്കണം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്ക്രൂ മേളിലുണ്ട്, നട്ടും ബോൾട്ടുമാണ്. പിന്നെ താഴത്തെ അഴിക്കണമെങ്കിൽ നമ്മുടെ ബമ്പറിൻ്റെ സൈഡിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. അത് നമ്മുടെ സ്റ്റാർ സ്കൂട്ടർ വെച്ച് അഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബമ്പർ താക്കേണ്ട ആവശ്യമില്ല. ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് വേറൊരു ബോൾട്ടും കൂടെ ഉണ്ട്, അതും കൂടെ അഴിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റി 2015 IVTEC ആണ്, VX ആണ്. ഇപ്പോഴും നല്ല കണ്ടീഷനിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. കാരണം അത്രയ്ക്ക് നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. വണ്ടി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെക്കുന്നതാണ് ഏതൊരു വണ്ടി ഭ്രാന്തൻ്റെയും ഏറ്റവും വലിയ മൗലിക അവകാശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഊരിയെടുക്കാം. ആദ്യം ഈ ക്ലിപ്പ് ഊരണം. ക്ലിപ്പ് താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സ്കൂട്ടർ ഒന്ന് കയറ്റി ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുന്നതാണ്. ഒത്തിരി ഓവറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഓരോ അരിമണികളും നമ്മൾ ഈ പറക്കി എടുക്കണം, എന്നാലേ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പതുക്കെ അഴിച്ചെടുക്കാം. അതെല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പാണ് ആദ്യം അഴിക്കേണ്ടത്. വെച്ചാൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ആദ്യം താഴത്തെ അഴിക്കേണ്ട വന്നു. എയർ ഫിൽറ്ററിൻ്റെ ഇത് ആദ്യം ഒന്ന് അഴിച്ചായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അപ്പോൾ രണ്ടാമതാണ് ഞാൻ എയർ ഫിൽറ്ററിൻ്റെ ഇത് അഴിക്കാൻ പോയത്. അതെല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്, ബമ്പർ അഴിച്ച് താത്തിട്ടുണ്ട്. ഇനിയും ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഈ ക്ലാമ്പുകൾ, ഈ ക്ലിപ്പുകൾ പൊക്കിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഈ വണ്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ആകും. അപ്പോൾ നാക്ക് പിഴയ്ക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിന് വേറൊരു ബോൾട്ടും കൂടെ ഉണ്ട്, അതും കൂടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഊരിയെടുക്കാം. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ഊരണമെങ്കിൽ വേറൊരു കടമയും കൂടെ ഉണ്ട്. അതിൻ്റെ ബോൾട്ടിൻ്റെ താഴെയായിട്ട് ഒരു ക്ലിപ്പും കൂടെ ഉണ്ട്. ബോൾട്ട് ഊരിയിട്ട് ആ ക്ലിപ്പ് ഒന്ന് പുഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ഊരിയെടുക്കാൻ പറ്റൂ. ആ ബ്രാക്കറ്റ് വണ്ടിയായിട്ട് ഡിറ്റാച്ച് ആവണം. അപ്പോൾ അത് നമുക്ക് വലിച്ച് ഹെഡ്ലൈറ്റ് ഊരിയെടുക്കാം. അപ്പം കിടക്കുന്ന സവാള വടയെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഊരി താഴെ കിടപ്പുണ്ട്. അതിൽ നിന്ന് നമ്മൾ മോട്ടർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം മോട്ടർ പുതിയതിനകത്ത് വരുന്ന മോട്ടർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മോട്ടറാണ്. പിന്നെ വരുന്ന ഈ ബ്രാക്കറ്റാണ്. ഈ ബ്രാക്കറ്റ് ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് പുതിയതിൽ ഇത് വെക്കാൻ പറ്റുള്ളൂ. കാരണം പുതിയ ഇത് ഹെഡ്ലൈറ്റിൽ ഈ ബ്രാക്കറ്റ് വരുന്നില്ല. ഇതിനകത്ത് ഈ ക്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രസ്സായി അകത്ത് കയറിയിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഊരിയിട്ട് നമുക്ക് പുതിയ ഹെഡ്ലൈറ്റിലോട്ട് ഇത് വെക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ഹെഡ്ലൈറ്റ് ഇതാണ്. ഇതിനകത്ത് പ്രൊജക്ടറും പിന്നെ DRLും ആണ് വരുന്നത്. ഒരു കിടില ഹെഡ്ലൈറ്റാണ്. ഹോണ്ട സിറ്റിയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലെന്ന് പറഞ്ഞാൽ നമുക്ക് പഴയതുപോലെ തന്നെ വയർ കയറ്റിയിടാനായിട്ട് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ബ്രാക്കറ്റ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അടിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മിസ്റ്റർ തോമസ് ജോൺ നമ്മുടെ അപ്പം വന്നിട്ടുണ്ട്. അപ്പനാണ് ഇത് എല്ലാം ടൈറ്റ് ചെയ്ത് തന്നത്. ഈസി ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഹെഡ്ലൈറ്റിലോട്ട് ജസ്റ്റ് ഊരുക, ജസ്റ്റ് പ്ലഗ് ആൻഡ് യൂസ് എന്ന് പറയുന്ന പോലെയാണ്, പ്ലഗ് ആൻഡ് പ്ലേ പോലെ നമുക്ക് ഊരി വെക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, കാരണം ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഫിറ്റ് അല്ല. ചെറിയ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെ. എന്നാലും കുഴപ്പമില്ല. ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് കാണാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല ലുക്കാണ്. നമുക്ക് ഇനി അടുത്തത് അഴിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ എല്ലാ ബോൾട്ടുകളും ഊരി മാറ്റുകയാണ്. അതിൻ്റെ ടോപ്പിൽ 2 എണ്ണം ഉണ്ട്, പിന്നെ സൈഡ് ഒരെണ്ണമുണ്ട്, പിന്നെ ഫ്രണ്ട് ഒരെണ്ണമാണ്. ഇത്രയും നമുക്ക് അഴിച്ച് മാറ്റാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് ഈ നട്ട് ഊരി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ലോക്കാണ്. ഈ ലോക്ക് പതുക്കെ നമ്മൾ പൊക്കിയെടുക്കണം. ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളത് പൊക്കിയെടുക്കാൻ. ആ ലോക്കുണ്ട്. പിന്നെ ബമ്പറിൻ്റെ സൈഡിലും ലോക്കുണ്ട്. അപ്പോൾ നല്ല പൊക്കിയെടുത്തിട്ടുണ്ട്. ഇത് പൊക്കിയെടുത്തിട്ട് ഇനി ബമ്പറിൻ്റെ സൈഡിലെ ഈ ലോക്കും കൂടെ പൊക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് മാറും. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബൾബുകളെല്ലാം ഊരിയെടുക്കണം. അത് കൃത്യമായിട്ട് തന്നെ പൊട്ടാതെ ഊരിയെടുക്കണം. അതിൻ്റെ മേളത്തെ വയറിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പതുക്കെ വേണം ചെയ്യാനായിട്ട്. വലിയ സ്പീഡപ്പൊന്നും കാര്യമില്ല, കാരണം വലിയ സമയം എടുക്കാറില്ല. പ്ലഗ് ആൻഡ് പ്ലേ ആയതുകൊണ്ട് തന്നെ വലിയ സമയം എടുക്കാറില്ല. ഒരു അരമണിക്കൂറിൽ നമുക്ക് ഈ പരിപാടിയെല്ലാം കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ വയറൊക്കെ അഴിച്ച് നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഇങ്ങനെ പൊക്കി എടുത്തിട്ടുണ്ട്. ദാണ്ട്ര മോനെ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കയറി വന്നു. അപ്പോൾ ഇതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മോട്ടറാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ടിലത്തെ ബ്രാക്കറ്റാണ്. ഇത് രണ്ടുമാണ് നമ്മൾ പഴയതിൽ നിന്ന് ഊറ്റി മാറ്റി പുതിയലോട്ട് വെക്കാനുള്ളത്.
അതിൻ്റെ അകത്തെ ആ ഹോള് കണ്ടില്ല, അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ഈ മോട്ടർ കയറ്റി ഇടേണ്ടത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ഇങ്ങനെ ഇറക്കി കയറ്റാൻ പറ്റില്ല, ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ ചരിച്ചിറക്കിയിട്ട് ക്ലിപ്പ് അകത്തോട്ട് വലിച്ചിടണം, എന്നാലേ ഇത് ലോക്ക് ആകത്തുള്ളൂ. അപ്പോഴേ ഇത് ഈ മോട്ടർ വരുമ്പോഴും ഇത് താങ്ങുകയും പൊങ്ങുകയും ചെയ്തുള്ളൂ. അപ്പോൾ അതിനൊരു സിമ്പിൾ ട്രിക്കുണ്ട്. ട്രിക്ക് വേറൊന്നുമല്ല, ഈ ഹെഡ്ലൈറ്റിൻ്റെ കവർ ഊരിയിട്ട് ഈ റെഡ് വയർ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഇത് കണ്ടില്ല കവർ, അപ്പോൾ ഇത് ഊരിയിട്ട് ഈ ഹെഡ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടോപ്പിലോട്ട് വരും ഈ ഹോള്. അപ്പോൾ ഈ ഹോള് ടോപ്പിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഇത് വെക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ആദ്യം ചെയ്തപ്പം കുറച്ച് പാടായിരുന്നു, രണ്ടാമത് ചെയ്തപ്പം ഒറ്റ അടിക്ക് തന്നെ കയറിപ്പോയി. കാരണം ആദ്യം ചെയ്തപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്ത് നമുക്ക് ഇടാനായിട്ട്. ഇത് രണ്ടാമത് ചെയ്തപ്പം തന്നെ അപ്പം തന്നെ കയറി, ജസ്റ്റ് കയറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അത് സെറ്റാണ്. പിന്നെ നമുക്ക് ഈ കവർ അടിച്ചു കഴിഞ്ഞാൽ സാധനം ഓക്കെയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് തിരിച്ചു വെക്കാൻ പോവുകയാണ്. ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് അങ്ങോട്ട് കയറിയിരിക്കുമ്പോഴത്തേന് പിന്നെ സുന്ദര കുട്ടപ്പനാണ്. പിന്നെ പറയാൻ വാക്കുകളില്ലല്ലോ. നമ്മുടെ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലുക്കാണ്, എന്താണെന്ന് അറിയത്തില്ല, പ്രത്യേക ഒരു ഇഷ്ടമാണ് സിറ്റിയോട്. എത്ര വട്ടം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനമാണിത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ആ ഗ്യാപ്പ് കാണത്തുള്ളൂ. ഇതെല്ലാം ടൈറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹെഡ്ലൈറ്റ് ഓണായി. അപ്പോൾ ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് മാറ്റുന്നത്. കാരണം പിന്നെ ഇത് ഇല്ലീഗലൊന്നുമല്ല, കാരണം ഇത് പ്രൊജക്ടറിനകത്ത് നമ്മൾ ഹാലജൻ ലൈറ്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. LED ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം MED യുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ AI ക്യാമറയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാന്നേ ഉള്ളൂ, വലിയ റേറ്റ് ഒന്നുമില്ല മാർക്കറ്റിൽ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.